ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ വ്യൂവേഴ്സിന് എന്ത് സന്ദേശമാണ് നൽകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ 3 കാർഡുകളാണ് ദ ഹയറോഫന്റ്, ദ ജഡ്ജ്മെൻറ്റ് ആൻഡ് 8 ഓഫ് സോഴ്സ്. ഈ 3 കാർഡുകളും പറയുന്നത് നിങ്ങൾക്ക് ഏതോ ഒരു മെൻറ്റർ വരാൻ സമയമായെന്ന് എന്നാണ്. അതായത് ഒന്നുകിൽ ഒരു മെൻറ്റർ, അല്ലെങ്കിൽ നിങ്ങൾ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനുള്ള ജഡ്ജ്മെൻറ്റിനുള്ള സമയമായിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായ നീതി, നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രവർത്തന നീതി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതാണ്. നല്ലൊരു നീതി ലഭിക്കാനാണ് ഈ കാർഡ് പറയുന്നത്. നല്ലൊരു ജഡ്ജ്മെൻറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളിപ്പോൾ കയ്യും കെട്ടി വളരെ നിരാശയായിട്ട് കണ്ണും കെട്ടി ഏതൊരു ജയിലിൽ കഴിയുന്ന പോലെ അവസ്ഥയിൽ കഴിയുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രകാശം വരുന്നുണ്ട് എന്നാണ് ഈ 3 കാർഡുകളും കാണിക്കുന്നത്. ഇന്നേ ദിവസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ നല്ലൊരു ജഡ്ജ്മെൻറ്റ് കിട്ടിയിരിക്കുക. അതായത് നിങ്ങൾ മുന്നോട്ടിറങ്ങുക, നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ടിറങ്ങുക. അതാണ് നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നിൽ ഇറങ്ങി തിരിച്ചാൽ നിങ്ങളുടെ ഏത് കാര്യവും സക്സസ് ആവും. വരുന്ന ജഡ്ജ്മെൻറ്റ് ആരാണെങ്കിലും, നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്ക് വരുന്ന ജഡ്ജിയാണെങ്കിലും, ഏതെങ്കിലും മെൻറ്ററാണെങ്കിലും, ഏത് വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ മാത്രമാണ് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരുന്നതെന്നും നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടുമെന്നും നിങ്ങളിപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് ഹാപ്പിയായിട്ട് മാറുക. അതായത് സന്തോഷമായിരിക്കുന്ന വ്യക്തിയിലേക്ക് മാത്രമേ നല്ല കാര്യങ്ങൾ വരാറുള്ളൂ. നമ്മൾ സങ്കടകരമായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് നല്ല കാര്യങ്ങളൊന്നും വരത്തില്ല. അതുകൊണ്ട് തീർച്ചയായും ഇപ്പോഴത്തെ ഈ സങ്കടകരമായ അവസ്ഥയിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് വളരെ ഹാപ്പിയായിട്ടിരിക്കുക. അപ്പോൾ ഹാപ്പിയായ മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും വരും. അതേപോലെ തന്നെ ന്യൂമറോളജിക്കാർ പറയുന്നത് അതിനാണ്, യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ് എന്ന്. അത് നിങ്ങൾ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടിരിക്കുക. ഇന്നേ ദിവസം നിങ്ങൾക്ക് വളരെ സന്തോഷമാണ് വരുന്നത്. നിങ്ങൾ ഈശ്വരനിൽ, അതായത് ഡിവൈനിൽ വിശ്വസിക്കുക. ഏത് മതമായാലും എന്തായാലും ഡിവൈനിൽ വിശ്വസിക്കുക. നിങ്ങളിലേക്ക് നന്മകൾ മാത്രം വന്നുചേരുന്നു. നിങ്ങൾക്ക് ഇത് റിസൾട്ട് ആവുന്നതെങ്കിൽ ക്ലെയിം ചെയ്യുക. താങ്ക് യു.